ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പുഡിംഗ് ആണ്, ബനോഫി പുഡിംഗ്. ഇത് ഒരു എഗ്ലെസ് പുഡിംഗ് ആണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു എഗ്ലെസ് പുഡിംഗ് വേണമെന്ന്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പുഡിംഗ് ആണിത്. എന്നാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബനോഫി പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കടായിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽട്ടായിട്ട് വരട്ടെ. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ കുറച്ച് ഡാർക്ക് കളർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നടുഭാഗം മാത്രം അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് തട്ടിയിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, അത് മതി. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്തിരുന്നാലും മതി. ബട്ടർ ചേർത്ത് അത് ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വീട്ടിലെടുത്ത് വെച്ച പാടയോ ഏതായാലും മതി. ഫ്രഷ് ക്രീം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല തിക്കായിപ്പോൾ നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ഇളക്കുമ്പോൾ തന്നെ അതങ്ങ് കുറച്ച് തിക്കായിട്ടൊക്കെ വരും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞ തീയിലിട്ടൊന്ന് അവിടെ നിന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ കുറച്ച് സമയം തിളപ്പിക്കുമ്പോഴത്തേക്ക് അതങ്ങ് ലൂസ് കൺസിസ്റ്റൻസിയിലോട്ട് വരും. അപ്പോൾ ഇത് നന്നായിട്ടെല്ലാം മെൽറ്റായിട്ടുണ്ട്. എന്നാൽ കുറച്ച് നല്ല ലൂസായിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ കുറച്ച് തിക്കാവും കേട്ടോ. പക്ഷേ കുഴപ്പമില്ല. ആ സമയത്ത് തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് പാലൊഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. പിന്നെ ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് മറന്നു പോകരുത്. ഞാൻ മറന്നുപോയൊരു കാര്യമാണ്. അടുപ്പത്ത് തന്നെ ഉപ്പിട്ട് കൊടുത്തിരുന്നാൽ മതി. കാരണം ഉപ്പിട്ടാലേ അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു കാരമൽ സോസിൻ്റെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊരു തിക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പാലൊന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ കുറച്ചൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലോട്ട് വരും. സാധാരണ നമ്മൾ കാരമൽ സോസ് ഉണ്ടാക്കുന്ന അത്രയും തിക്നെസ്സോട് കൂടിയല്ല നമുക്ക് വേണ്ടത്. കുറച്ചൊരു ലൂസായിരിക്കണം, അത് മതി. അതിൽ നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റ് ആയാലും മതി. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 10 രൂപയുടെ ഒരു പാക്കറ്റ് മാരി ബിസ്ക്കറ്റാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അത് മെൽറ്റാക്കി എടുത്തതാണ്. അത് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്കത് സ്പൂൺ വെച്ചൊന്ന് മിക്സാക്കി എടുത്തിരുന്നാൽ മതി. മിക്സി എടുത്ത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. നമ്മളിതിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഉരുട്ടുമ്പം ചെറുതായിട്ടൊന്ന് ബൈൻഡായി കിട്ടുന്ന പരുവത്തിനുള്ള ഒരു നനവ് മതി. ഇനി നമ്മൾ എടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. നമുക്കൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് സാധാരണ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം എവിടെയാണ് കിട്ടുന്നതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എടുക്കുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. പക്ഷേ നമുക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ അമൂലിൻ്റെ ഒക്കെ വിപ്പിംഗ് ക്രീം കിട്ടും. ഇപ്പോൾ കേക്ക് പോലെയല്ല, ഒരുപാട് അങ്ങോട്ട് തിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിരുന്നാലും മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് സ്റ്റിഫ് ആക്കിയിട്ടില്ല കേട്ടോ, അത് മതി. ഇനി നമ്മൾ എടുക്കുന്നത് റോബസ്റ്റ പഴമാണ്. ഏറ്റവും അവസാനം എടുത്താൽ മതി കേട്ടോ. അത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി പോകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് വളരെ നൈസായിട്ട് തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനൊരു 2 റോബസ്റ്റ പഴം കേട്ടോ എടുത്തിരിക്കുന്നത്. പഴത്തിൻ്റെ അളവൊന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പഴമൊക്കെ ചേർത്ത് കൊടുക്കാനൊക്കെ പറ്റും. പക്ഷേ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇത് അരിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് കാരമൽ സോസ് എടുത്തു വെച്ചില്ല, അതിന് കുറച്ചെടുത്തൊന്ന് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ആക്കി കൊടുക്കാം. അപ്പോൾ ആ പഴത്തിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അത് മതി. ഇനിയൊന്നുമില്ല, എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം, അത്രമാത്രം. നമ്മളിപ്പോൾ ഏത് പുഡിംഗ് ട്രേ ആണോ എടുക്കുന്നത് അതിലേക്ക് നമുക്ക് ആദ്യം പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റും ബട്ടറും കൂടെ മിക്സ് ആക്കി വെച്ചില്ലേ, അതിൻ്റെ ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. അത് മിക്സ് ഇട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ഒരു പരുവത്തിനാണ് വേണ്ടതെങ്കിൽ ബട്ടർ കുറച്ചുകൂടെ ഒഴിക്കണം കേട്ടോ. കുറച്ചുകൂടെ ബട്ടർ ഒഴിച്ച് അത് നന്നായിട്ട് നനച്ചതിന് ശേഷം വെക്കുമ്പോൾ കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. ഇത് നമുക്ക് പുഡിംഗ് സ്റ്റൈലിലാണ് നമ്മൾ ഈ ബനോഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബട്ടറൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അത് ഇട്ടതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തോട്ടും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ട അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ചൊരു അത്രയും അങ്ങോട്ട് തിക്കായിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എടുത്തിരുന്നാലും മതി. ഫ്രഷ് ക്രീമിൽ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സാക്കി. ഇതങ്ങനെ പുഡിംഗ് സ്റ്റൈലല്ലേ, അപ്പോൾ അതുകൊണ്ട് തിക്കായിട്ട് അങ്ങനെ കിട്ടണമെന്നൊന്നുമില്ല. ഫ്രഷ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് വാനില എസൻസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് റോബസ്റ്റ പഴം അതാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ റോബസ്റ്റ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുപഴം ആയാലും കുഴപ്പമൊന്നുമില്ല, പുളിയില്ലാത്ത പഴം എടുത്തിരുന്നാൽ മതി. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴം ഏതായാലും മതി. മുഴുവനായിട്ടങ്ങ് നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമൽ സോസില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് മധുരം നമുക്കങ്ങനെ ഫീൽ ചെയ്യുകയില്ല. പാകത്തിനുള്ള ഒരു മധുരമായിട്ടുള്ള ഒരു പുഡിംഗ് ആയിരിക്കും. അപ്പോൾ അത് മുകളിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയർ ബിസ്ക്കറ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പം എത്ര ലെയറായിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒറ്റ ലെയർ മാത്രം പഴം വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇപ്പം ഹൈറ്റുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ ലെയർ, ക്രീം, പഴത്തിൻ്റെ ലെയർ, അങ്ങനെ ലെയറായിട്ടും വെച്ച് കൊടുക്കാം. പക്ഷെ ഇത്ര മാത്രം ആകുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. ഒരുപാട് പഴവും ഇല്ല, എന്നാൽ എല്ലാം പാകത്തിനായിട്ട് തന്നെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ബിസ്ക്കറ്റിൻ്റെ പൊടി മുഴുവനായിട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം അങ്ങ് ആക്കി കൊടുക്കാം. വിപ്പിംഗ് ക്രീം അങ്ങ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാരമൽ സോസ് ഒന്ന് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് ആക്കി കൊടുക്കാം. അതൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടേസ്റ്റും ആയിരിക്കും. നമുക്കൊരു സ്ക്യൂറോ ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിലിയോ എന്തെങ്കിലും വെച്ചൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്തിരുന്നാൽ മതി, ഒരു ഡിസൈൻ കിട്ടാനായിട്ട്. നമ്മൾ കഴിക്കാൻ മാത്രമല്ല കാണാനും കൂടെ ഒരു ഭംഗി വേണ്ടേ. അതിപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ 4 ലെയറായിട്ടിരിക്കുന്ന ബനോഫി പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് ആണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നത്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതാ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഒക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയെടുക്കാം. നമുക്കിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ലെയറായിട്ട് നമ്മൾ ഗ്ലാസ്സിലൊക്കെ സെറ്റ് ചെയ്തും എടുക്കാം കേട്ടോ. അതുപോലത്തെ ഒറ്റ പുഡിംഗ് ആയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തും എടുക്കാം. അപ്പം ഗ്ലാസ്സിൽ നിന്ന് ഇങ്ങനെ കോരി കഴിക്കാമല്ലോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു പ്രത്യേക ഡിസൈനൊക്കെ ആയിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്തങ്ങ് എടുക്കാം. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് മോൾ ഭാഗം ഒന്ന് പൊട്ടിപ്പോയിട്ട്, പക്ഷെ കുഴപ്പമില്ല. നമുക്കിതങ്ങ് എടുക്കാം. പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ടേസ്റ്റ് നോക്കട്ടെ. മെൽറ്റ് ഇൻ യുവർ മൗത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ശരിക്കും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ് കേട്ടോ. അത് നമ്മളിത് ബിസ്ക്കറ്റിൻ്റെ പൊടിയാണെന്നോ അത് പഴം ചേർത്തിട്ടുണ്ടോ അങ്ങനെ ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ആ കാരമൽ സോസ് എല്ലാം കൂടെ മിക്സ് ആക്കി വന്നപ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് കഴിഞ്ഞില്ലേ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ ജസ്റ്റ് ക്രഷ് ചെയ്തൊക്കെ ഇടാം കേട്ടോ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നട്ട്സ് ഇടുമ്പോൾ അതിങ്ങനെ കടിക്കാനായിട്ട് വരുമല്ലോ. അപ്പോൾ ഇത് അതല്ലാതെ ഒരു വായിലിട്ടങ്ങ് അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറിലുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ പഴം റോബസ്റ്റ പഴം ആയതുകൊണ്ട് തന്നെ അത് അങ്ങ് അലുത്ത് പോകുന്നുണ്ട്, കടിക്കാനൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.